തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കൊടും കുറ്റവാളി രക്ഷപ്പെട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിന് ഇടയിലാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. ഒരു വർഷം മുൻപും സമാനമായ രീതിയിൽ ബാലമുരുകൻ ജയിൽ ചാടിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ വ്യാപകമായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാരംഗ് നമ്മളോടൊപ്പം ചേരുകയാണ്. സാരംഗ്, കുപ്രസിദ്ധ മോഷ്ടാവാണ്, 53 കേസുകളിൽ പ്രതിയാണ് ഈ ബാലമുരുകൻ എന്ന് പറയുന്നത്. ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഈ തെരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? മനു, ഇന്നലെ രാത്രിയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് രാത്രിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ബാലമുരുകൻ എന്ന പ്രതിയാണ് പോലീസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് പ്രധാനമായും തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി 10:30 ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ കേരള പോലീസിന് കൈമാറുന്നതിന് വേണ്ടി, അതായത് വിയൂർ ജയിലിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് കൊണ്ടുവരുന്നത്. ഈ വേളയിലാണ് ജീപ്പിൽ നിന്ന്, പോലീസ് വാഹനത്തിൽ നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുന്നത്. അതായത് വിയൂർ ജയിലിന് സമീപത്ത് തന്നെയാണ് രക്ഷപ്പെട്ടത്. കോടതിയിൽ നിന്ന് ഹാജരാക്കി വിയൂർ സ്റ്റേഷനിലെ ജയിലിലേക്ക് എത്തുന്ന സമയത്താണ് പ്രതി രക്ഷപ്പെട്ടു ഓടുന്നത്. പ്രധാനമായും ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അടിസ്ഥാനത്തിൽ ഇയാൾ കൊടും ക്രിമിനൽ ആണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും കേന്ദ്രീകരിച്ച് ഇയാൾ നിരവധി മോഷണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടും കുറ്റവാളി എന്നതോടൊപ്പം തന്നെ 53 കേസുകളിൽ, അതായത് ക്രിമിനൽ കേസുകളിലെ തന്നെ 53 കേസുകളിലെ പ്രതിയാണ് ഇയാൾ എന്നുള്ളതും വലിയ ഒരു കാര്യമാണ്. എന്തിനായാലും പ്രധാനമായും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ പ്രദേശത്തെ, അതായത് വിയൂർ ജയിലിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ, സ്ഥാപനങ്ങളിലെയും കടകളിലെയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളെ ഉടനെ തന്നെ പിടികൂടാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, സമാനമായ രീതിയിൽ ഇയാൾ മുൻപും, അതായത് കഴിഞ്ഞ മെയ് മാസത്തിൽ സമാനമായ രീതിയിൽ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും മുൻപും ഇയാൾ ചാടി പോയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ സാഹചര്യത്തിൽ മുൻപും ഇതുപോലെ രക്ഷപ്പെടാൻ ശ്രമിച്ച ചരിത്രമുള്ള ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ തമിഴ്നാട് പോലീസ് ആ രീതിയിൽ മുൻകരുതലുകൾ എടുത്തിരുന്നില്ലേ? എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഒരു സുരക്ഷാ വീഴ്ച തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും മനു ഈ സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിലൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇത്തരത്തിലൊരു പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രമാത്രം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു കൊടും ക്രിമിനലിനെ ഈ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ട മുൻകരുതലുകൾ നിർബന്ധമായും തന്നെ അത് പാലിക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ളൊരു നിബന്ധനകളോ അല്ലെങ്കിൽ മുൻകരുതലുകളോ ഉണ്ടാകാത്ത കാരണമായിരിക്കാം ഒരു പക്ഷേ ഈ പ്രതി അനായാസമായി ഇത്തരത്തിൽ ഈ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു വസ്തുത തന്നെയാണ്. അത് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 2ാം തവണയാണ് വീണ്ടും ഇയാൾ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മനു, ഇപ്പോൾ അധികം ദൂരമൊന്നും പോയി കാണാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിലാണോ ഇപ്പോൾ പോലീസ് ഉള്ളത്? ആ രീതിയിലാണോ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും മനു, അതായത് ഈ പ്രതി എന്ത് തന്നെയായാലും അധികം ദൂരം പോയിട്ടുണ്ടാകില്ല എന്നുള്ളൊരു മുൻധാരണയോട് കൂടി തന്നെയാണ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിയൂർ ജയിലിന് സമീപമുള്ള സ്ഥാപനങ്ങളിലെയും കടകളിലെയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിശോധന തന്നെയാണ് നടക്കാനിരിക്കുന്നത്. അതുപോലെ സമയം മറ്റൊരു പ്രത്യേകത, പ്രത്യേക ഒരു അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ, അതായത് ഈ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു പ്രത്യേക സംഘം കൂടി ഒരു തിരച്ചിലിന് ആരംഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രതി അത്ര നിസ്സാരക്കാരനല്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ജീവനടക്കം, മനുഷ്യരുടെ ജീവനടക്കം നിസ്സാരക്കാരനല്ല. കാരണം 53 കേസുകളിൽ പ്രതിയാണ്, തമിഴ്നാട്ടിൽ കുപ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അയാളെ കൊണ്ടുവരുമ്പോൾ ആ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിരുന്നു. അതിൽ വീഴ്ച സംഭവിച്ചു എന്ന് വേണം പ്രാഥമികമായി മനസ്സിലാക്കാൻ. എന്നല്ലേ നമ്മൾ ഈ ഇത്രയും ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് അനുമാനിക്കേണ്ടത് സാരംഗ്? തീർച്ചയായും മനു, മറ്റൊരു കാര്യം പ്രധാനമായും സൂചിപ്പിക്കേണ്ടത്, അതായത് ഇയാൾ ഈ ആളുകളെ ആക്രമിച്ചുകൊണ്ട് ഒരു മോഷണം നടത്തിയിരുന്ന ആളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ക്രിമിനൽ മനോഭാവമുള്ള വ്യക്തിയാണെന്നുള്ള കാര്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതി വീണ്ടും ഈ സമൂഹത്തിനിടയിൽ വീണ്ടും ഇത്തരത്തിൽ മോഷണങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്ത് നടക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് തന്നെ വലിയ അപകടമായി മാറും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവനെ തന്നെ ഒരു പക്ഷെ വലിയ ഭീഷണി ഉയർത്തുന്നതാണ്. കാരണം ആളുകളെ ആക്രമിച്ചുകൊണ്ടാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത്. അത്
തമിഴ്നാട്ടിലും കേരളത്തിലും അത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങളും മോഷണങ്ങളും നടത്തിയിരുന്നു. എന്നാൽ അതായത് ഇപ്പോൾ അത് കേരളത്തിലെ ഒരു വലിയ- കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയായിരുന്നു. അതിനിടയിൽ തമിഴ്നാട്ടിലെ ഒരു കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴിയാണ് രക്ഷപ്പെട്ടത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ കേരളത്തിലെ ഒരു കേസിന്റെ മേൽ ജയിലിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് തമിഴ്നാട്ടിലെ ഒരു കേസിൽ ഈ തമിഴ്നാട് പോലീസ് കോടതിയിൽ ഹാജരാക്കി കൊണ്ടുവരുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു ഇയാൾ ചാടി രക്ഷപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അപകടകാരിയായ ഒരു കൊടും ക്രിമിനൽ എന്ന അടിസ്ഥാനത്തിൽ തന്നെ അത് അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കാരണം അത് അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അത് സമൂഹത്തിന് തന്നെ ഒരു വലിയ അപകടമാകും എന്നുള്ളൊരു നിഗമനവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജാഗ്രതയുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. എന്തിനാലും ഉടനെ തന്നെ അയാളെ പിടികൂടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നത്. ഇനി അടുത്ത ഘട്ടമെന്നോണം ഒരുപക്ഷെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇതിന്റെ ഭാഗമാകും, അന്വേഷണത്തിന്റെ ഭാഗമാകും. എന്തിനാലും ഒരു കാര്യം കൂടി ഉണ്ട് സാറംഗ്, ഈ നേരത്തെയും ഇയാൾ ചാടിപ്പോയ ഒരു ചരിത്രമുണ്ടല്ലോ. അന്നും ഇതുപോലെ തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണോ ഇയാൾ രക്ഷപ്പെട്ടത്? ആ കാര്യത്തിൽ ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഈ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അത് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കി കൊണ്ടുവരുന്ന സമയത്ത് തന്നെയാണോ ഇയാൾ ചാടി രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും 2 തവണ ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു ഉറപ്പിച്ച വസ്തുത തന്നെയാണ്. കാരണം ഇത്തവണയും വീണ്ടും തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ പ്രതി രക്ഷപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ ഇത്തരത്തിൽ കൊടും ക്രിമിനലുകളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ പുലർത്തേണ്ട മുൻകരുതലുകളോ മറ്റോ ഒന്നും പുലർത്താതെ വെറും ഒരു അലംഭാവം ഉള്ള രീതിയിലാണ് ഇതിനായാലും തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതിനായാലും കേരള പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പ്രധാനമായും തൃശ്ശൂർ സംബന്ധിച്ച് തൃശ്ശൂരിന്റെ എല്ലാ ഉള്ളേരിയകളിലും, അതേപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിന്റെ പ്രധാനമായ KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ അത്തരത്തിൽ ഈ പ്രതി കടന്നു കളയാൻ സാധ്യതയുള്ള എല്ലാ ഏരിയകളിലും എന്തിനായാലും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. നിരവധി പോലീസിനെ ഈ നഗരത്തിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു നിരീക്ഷണം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അന്വേഷണവും പരിശോധനയും തന്നെയാണ് നടക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു. വേഗത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക സാരംഗാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് കേട്ടോ ഈ പ്രതി രക്ഷപ്പെട്ടത്. അത് കേരള പോലീസിന് തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് തിരികെ വരുന്ന വഴിക്കാണ് തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് ഇയാൾ ചാടിപ്പോയത്. നേരത്തെയും ഇതുപോലെ ചാടിപ്പോയ ചരിത്രമുള്ള ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ രീതിയിൽ ഏതെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇയാളെ തേടിയുള്ള അന്വേഷണം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂരുള്ളവർ ശ്രദ്ധിക്കുക. ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യരെ ആക്രമിച്ചതിന് ശേഷം മോഷണം നടത്തുക എന്നതാണ് ഇയാളുടെ ഒരു മോഷണ ശൈലി എന്ന് പറയുന്നത്. ഇയാൾ പിടിയിലാകപ്പെട്ട കേസുകളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അക്രമകാരിയായ ക്രൂരമായ മനസ്സുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഈ ബാലമുരുകൻ എന്ന് പറയുന്നത്. പേരിൽ മാത്രമാണ് ഒരു ദൈവിക സ്വഭാവമുള്ളത്. സ്വഭാവത്തിൽ കൊടും പിശാചിന്റെ ഒരു സ്വഭാവമാണ് എന്നുകൂടി ഓർക്കുക. ഏതായാലും ഇയാളെ പിടികൂടുന്നതിനുള്ള അന്വേഷണം, തെരച്ചിൽ ഇപ്പോൾ വളരെ ഊർജിതമായി നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.